ഗൈസ്, ഇപ്പോൾ നമ്മൾ വീണ്ടും മൈസൂർ പോകാൻ പോകണം ഗൈസ്. ഇന്ന് മൈസൂർ ദസറയുള്ള ദിവസമല്ലേ. ഇൻഷാ അല്ലാഹ് എന്താ അവസ്ഥ പോയി നോക്കിയിട്ട് പറയാം. അങ്ങനെ ബത്തേരിക്ക് ബസ്സും കാത്തിക്കുകയെന്ന് എന്നിട്ട് അവിടെ നിന്ന് പോകാനുള്ള പെട്ടെന്ന് നോക്കും മൈസൂർക്ക് ബസ് ഒന്നും നോക്കില്ല, വേഗം കയറി. എന്നാൽ ബസ്സാണെങ്കിൽ ഉഷാറ് സാധനം, പക്ഷേ ആകെ പറ്റിച്ചിടോ. കൊടുവള്ളിയിൽ നിന്ന് കയറി എനിക്ക് കോഴിക്കോട് നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് 281 റുപ്യ. എന്തായിക്കോട്ടെ, ഭാഗ്യത്തിന് ഡയറക്റ്റ് മൈസൂർക്ക് തന്നെ കിട്ടിയാലോ. എന്നാലും കർണാടക ബസ്സൊക്കെ ആണെങ്കിൽ തന്നെ ഇത് സീറ്റിംഗ് കപ്പാസിറ്റിയും നല്ല കുഷ്യനൊക്കെ ആയിട്ടുള്ള. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നിക്ക് സീറ്റ് കിട്ടി, അപ്പോൾ നേരെ മുന്നിക്ക് പോയിരുന്നത്. ദസറ കാണാനായിരുന്നു മിക്കവരും വന്നേക്കണത്. അത് കൃത്യമായിട്ട് നേരത്തെ എത്തേണ്ടതാണ്. പോണേക്കന്നെ ഒരു വള്ളി കിട്ടിയിടോ. പോണേക്കാണെങ്കിൽ ബസ് പെരും ബ്ലോക്കിൻ്റെ 8 കളി. അങ്ങനെ ഒരുവിധം ബ്ലോക്കൊക്കെ മാറി നേരെ നമ്മൾ ചുരത്തിൻ്റെ അടുത്ത്. പിന്നെ ചുരം കയറിയൊക്കെ ചുരത്തിലൊരു മണ്ണിടിച്ചിലിൻ്റെ വിഷയം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കണ്ട് എവിടെയാ സ്ലൈഡിങ് വന്നേക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും അടുത്ത ബ്ലോക്ക്, ഓരോ ഹെയർ പിൻ കഴിഞ്ഞാൽ അടുത്ത ഹെയർ പിന്നിൽ കയറാൻ 1 മണിക്കൂർ വെച്ച് കണ്ടില്ല. ഇരുന്നിരുന്നാക്കി ചടച്ചട. ലാസ്റ്റ് ബത്തേരിയിലെത്തി. രാവിലെ 11 മണിക്ക് കയറിയാടോ. ഇറ്റങ്ങളോട് ഫുഡ് കഴിക്കാൻ അവിടെ നിർത്താൻ പറയുന്നത് നിർത്തണേ ഇല്ല. ലാസ്റ്റ് ബത്തേരിയിലെത്തിയപ്പോൾ ഏറ്റവും ബസ് നിർത്തി. ഒരു 20 മിനിറ്റ് ടൈമുണ്ട്, വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് പോരാൻ പറഞ്ഞു. അതിന് ബത്തേരി വഴി ഗുണ്ടൽപേട്ട അങ്ങനെ മൈസൂർക്ക് പോകാനുള്ള റൂട്ടായിരുന്നു. ഇപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കൂടി കയറി പോരാ ഉഷാറായി. മുമ്പ് പോയപ്പോൾ മാനന്തവാടി വഴിയിൽ നിന്ന് പോയത്. ബത്തേരി വരെ വന്നപ്പോൾ നൈറ്റായിരുന്നു, ഒന്നും കണ്ടില്ല സീനറി. ഇപ്പോൾ എന്ത് രസമാണ് ഓരോ സീനറി കാണാൻ. ഇതാണ് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് പോണത്. അപ്പോഴേ അറിയണം അങ്ങനെ നല്ല ഗ്രീനറി കണ്ട് ഇങ്ങനെ വിഷ്വലും കണ്ട് ഇങ്ങനെ പോയിരുന്നു. പോണേക്കിന് ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കാണാം. മുത്തങ്ങയോടെയും പിന്നെ കർണാടക സ്റ്റേറ്റിലേക്ക് കയറുന്നതിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ആയിട്ട്. അങ്ങനെ ബന്ദിപ്പൂർ ഉൾക്കാടുകളിലേക്കുള്ള ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ പോവാണ്. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഓരോന്നിനെ കാണാം. പോണ വയ്ക്കാണ് മോനെ ഈ 3-4 കുട്ടിയാനകൾ. ആനെ കണ്ടപ്പോൾ ഡ്രൈവറും ബസ്സൊന്ന് സ്ലോ ആക്കി തന്നത്. കാട്ടാനകൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോന്നും പറഞ്ഞു. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മയങ്ങി. പിന്നെ എനിക്ക് ഗുണ്ടൽപേട്ട എത്താനായി. അങ്ങനെ നോക്കുമ്പോൾ അന്ന് കണ്ടപ്പോൾ കുറേ പൂന്തോട്ടമുള്ള സ്ഥലമാണ്. ആകെ ഉണങ്ങി ഡ്രൈ ആയി കിടക്കുക. എന്നാലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് സൂര്യകാന്തി തോട്ടമൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മൈസൂർ എത്താനായി. അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ കാണുമ്പോൾ തന്നെ ഹാപ്പിയായി. നമ്മൾ 5 മണിക്ക് എത്തേണ്ട സംഗതിയാണ്, ഇപ്പോൾ വൈകിട്ട് 7 മണിയായി. എന്തിപ്പോൾ ചെയ്യാം, ബ്ലോക്കിൽ കുടുങ്ങിപ്പോയോളൂ. അതായല്ലാത്ത KSRTC നേരെ പോകേണ്ട സ്ഥലത്താണ്, വേറെ ഏതോ ഭാഗത്തിട്ട് റോഡാണ് പെരും ബ്ലോക്കായി. ബസ്സിൽ നിന്ന് നടക്കുക തന്നെ. അങ്ങനെ മൈസൂരിൻ്റെ റൗണ്ടിലേക്ക് തന്നെ എത്തിപ്പോയിട്ട് അങ്ങനെ കണക്കിന് എന്തോരം ദൂരം നടക്കാണ്ടായെന്നറിയാം. ഇപ്പോഴാണെങ്കിൽ പെരും തിരക്ക്. ലാസ്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ ആൾക്കാർ കാണാനൊക്കെ നല്ല തിരക്ക്. എന്തായാലും കാണാനും ഇതിനൊക്കെ നല്ല റൂമും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം മെയിനായിട്ട് മറ്റോടത്തേക്ക് ഒന്ന് പോകേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് ഞങ്ങൾക്കൊന്ന് ഒരു ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഗായ്സ്, ഇവിടെ പെരും തിരക്കാണ്. ഞാൻ നിന്നേരിയ സ്ഥലമില്ല, അച്ചാതി തിരക്ക്. അങ്ങനെ ലോക്കൽ ഷോപ്പിൽ പോയി ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ ഇറങ്ങി ആ ഷോപ്പിലേക്ക്. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, പേര് പറഞ്ഞ ഈ വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തും. ഷൗമി ഫ്രണ്ടാണ്. ഫുള്ള് മുൾട്ടാണി മേടിച്ചു കൂട്ടിയാണ്. മുഖത്ത് ടാനൊക്കെ പോകാനായിട്ട്. ഇവിടെ ഒറിജിനലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്തൊക്കെ ഒരു ഡസൻ തന്നെ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഗുരുശ്രീയുടെ അവിടെ പോകണം. സീറ്റ്സ് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. ചെല്ലട്ട് വേഗം. കഴിഞ്ഞാണ് നമ്മൾ ചെറിയൊരു സാമ്പിൾ മേടിച്ചാണ്. അതോടെ ഞാൻ ആകെ ഫാനായിപ്പോയി. ഇപ്രാവശ്യം വന്നിട്ട് നല്ലോണം മേടിച്ചു കൂട്ടി. മൈസൂരുകാരുടെ സ്വന്തം ഗുരുജിയാണല്ലോ. ഇവിടുത്തെ സാധനം ഇവിടെ നിന്ന് തന്നെ കിട്ടുള്ളൂ.
വേറെ നമ്മുടെ നാട്ടിൽ അവിടെ ചെന്നപ്പോൾ അടുത്ത വള്ളി ക്യാഷേ എടുക്കുള്ളൂ, ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ നടക്കൂല, ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കുറേ സെർവറും ബ്രേക്കൊക്കെ വരാറുണ്ട്. ദസറക്ക് വേണ്ടി ബസ് ഇറക്കി ഈ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് മൈസൂർ പാലസ് കാണാൻ പോയിട്ടില്ല. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കറങ്ങുമ്പോഴും പല സ്ഥലത്തും പല സ്റ്റേറ്റുമാണ്. അതുകൊണ്ട് റൗണ്ട് എവിടെ എത്തിയെന്ന് ഒരു ഐഡിയ തന്നെ കിട്ടണില്ല. ആ വണ്ടി വരണ തന്നെ നോക്കിയേ, ആ റോഡ് ഫുള്ള് നിറഞ്ഞാണ് വരുന്നത്. ഗായ്സ്, ഇത്ര നേരമായിട്ട് നമ്മൾ വിചാരിച്ച സാധനങ്ങൾക്കൊന്നും എത്തിയിട്ടില്ല. ഷോപ്പിങ്ങിനാണ് ഇത്ര നേരം നടത്തിക്കൊണ്ടിരുന്നത്. കണ്ടോ, ഒരു ശ്രീ നല്ല പൈസ ഉണ്ടാക്കണ്ട ആള്. ഇനിയാണ് മെയിൻ പ്രതീക്ഷിച്ച സ്പോട്ടിൽ പോകണേ. എന്തായാലും അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കാം. ഗായ്സ്, മൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാറ് മൂഞ്ചിലായിട്ട്. ലൈറ്റാണെങ്കിൽ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പോന്നാനേ. ഒരു ഡയറക്റ്റ് ആദ്യം ഇങ്ങോട്ട് പോന്നാനേ. നമ്മുടെ എന്താ 10 മണി 11 മണി വരെ ഇങ്ങനെ കത്തിക്കിടക്കുന്നു ചെയ്യുന്നു. ഓക്കേ, വന്ന് വെറുതെ വിഷമമായിപ്പോയി. പിന്നെ മൈസൂരത്തെ മ്യൂസിയം പോയി കാണാൻ പോയി. ദസറയുടെ പരിപാടി പിന്നെ അവിടെയാണുള്ളത്. ആ തൊട്ടടുത്ത് കൂടെ ഉള്ള തട്ടണം, അതിൽ കൂടെ നേരെ ഉള്ളിൽ രണ്ട് ടിക്കറ്റ് ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ചാർജ് ആക്കി പോന്നപ്പോൾ നേരെ ഫുഡിലേക്കാൻ കയറി. അവിടെ നിന്ന് നേരെ നമ്മൾ KSRTC സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ ഇതേ നമ്മളെ മുത്തോടെ എത്തുന്നുണ്ട്. വലിയൊരു ചതി നടത്തിയത്. എനിക്കൊരു കാർ അവിടെ പാർക്ക് ചെയ്യുന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു KSRTC കയറി പോകാൻ കഴിയും. എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റില്ലൊരു തേങ്ങ ഉണ്ടായി. തിരിച്ചു പോകാനായിട്ട് 488 രൂപ ടിക്കറ്റ് ആശി ഇല്ലാണ്ടായിപ്പോയി. എന്താണ് റീസൺ ചോദിച്ചപ്പോഴാണ് അത് സീസൺകാരൻ്റാണ് ഇത്ര പൈസ കൊണ്ട്. ഇമ്മാതിരി കത്തി വെക്കണ ഒരു KSRTC, അത് നമ്മുടെ KSRTC അവിടെ പരിപാടി ഉണ്ടിട്ട് അവരുടെ KSRTCക്ക് പോലും ചാർജ് ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ചുരമൊക്കെ ഇറങ്ങി മെല്ലെ വീട്ടിൽ എത്താനായി. ഞാനാണെങ്കിൽ ആ പൈസ പോയതിൻ്റെ ഹാങ് ഓവറിൽ അങ്ങ് ഇരുന്ന് പോയി. ഗായ്സ്, ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞത് അൽഹംദുലില്ലാഹ് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാലും ബസ് ടിക്കറ്റിന് ചാർജ് ചെയ്യും. നമ്മുടെ KSRTC എടുത്ത് അത് ഒന്നൊന്നര ചാർജ് ചെയ്യും. അപ്പോൾ ശരി, ബൈ.